സിനിമയിൽ പോലും ഇത്ര ബ്ലഡും ഇത്രയും അക്രമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അങ്ങനത്തെ കുറേ ഹെവി ശരിയായ രീതിയിൽ എടുത്തിട്ടുണ്ട്. മാക്സിമം വയ്ക്കാൻ പറ്റുന്ന വക്കീലിനെ കൊണ്ട് വെച്ചിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം അതിൽ ഈ നാട്ടുകാർ ഇരുന്നിട്ട് അവൾക്കൊപ്പമാണ്, ഇവനൊപ്പമാണ്, മറ്റവനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഈ സിനിമയിലൊക്കെ മാത്രമാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ തെളിഞ്ഞ് അവനൊക്കെ ശിക്ഷ കിട്ടി ഇവനൊക്കെ ജയിലിൽ പോകുന്നത്. റിയൽ ലൈഫിലൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആക്ച്വലി ഗൂഢാലോചനയൊക്കെ തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിന്റെ ഫസ്റ്റ് സീനല്ലേ, അതിൽ മറ്റേ സ്റ്റാറിലോട് മറ്റേ വാക്ക്മാനൊക്കെ വെച്ചിട്ടുള്ള അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഴ്ച ഭയങ്കര വൈറലായിരുന്ന സാധനമാണ് നമ്മുടെ അക്ഷയ് ഖന്നൻ്റെ മറ്റേ ആ പാട്ട്, മറ്റേ ഡാൻസ് കളിക്കണ ഇങ്ങനെയുള്ള സാധനം. അതായത് ഈ കേരള സ്റ്റോറി പോലത്തെ ഓരോ മുമ്പിയ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത കാര്യം, അതായത് ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് ആൾക്കാർ വർത്താനം പറയുന്നത് പോലും അവർക്ക് അറിയാണ്ട് പക്കായി പ്രൊപ്പഗൻഡ, അതൊരു ചീപ്പ് പ്രൊപ്പഗൻഡ മൂവി. അപ്പോൾ ഇപ്പോൾ ഡിസംബറായി, ഇനി കുറേ സിനിമകളുടെയും സീരീസുകളുടെയും കാലമാണ് എന്ന് വിചാരിച്ച് ഞാൻ ഈ ആഴ്ച ഒരു സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ടൊരു സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയുണ്ടായിരുന്നു. തമിഴ് സിനിമയാണ്, വാ വാദ്യാർ എന്ന് പറഞ്ഞിട്ട് കാർത്തിയുടെ നളൻ കുമാരസ്വാമി എടുത്ത ആ സിനിമ. ഭയങ്കര നല്ല ട്രെയിലർ, നല്ലൊരു ഫണ്ണായിട്ടുള്ള സിനിമ. അഖണ്ഡ 2 ഉണ്ട്. അപ്പോൾ അത് കാണാനുള്ളൊരു കഴിവും ഒരു ക്ഷമയും ഒരു ഇതും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. ഞാൻ എൻ്റെ അടുത്ത തിയേറ്ററിൽ തന്നെ ഉണ്ട്. പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോസ്റ്ററൊക്കെ കണ്ടു. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പോകാൻ നിൽക്കുമ്പോൾ ആണ് എക്സ് എടുത്ത് നോക്കുമ്പോഴാണ് വാ വാദ്യാർ ക്യാൻസൽ ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു, റിലീസ് ക്യാൻസൽ ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു എന്ന് കണ്ടു. ഈ തമിഴ് സിനിമയ്ക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡിസംബറിൽ ഈ മാസം 3 മെയിൻ സിനിമകളാണ് അവർ റിലീസ് അനൗൺസ് ചെയ്തത്. ഒന്ന് ഈ വാ വാദ്യാർ കാർത്തിയുടെ, രണ്ടാമത് അനുപമയൊക്കെ അഭിനയിക്കുന്ന ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ലൈക്കൻ്റെ സിനിമയാണ്, ഭയങ്കര പ്രൊഡക്ഷൻ ഹൗസാണല്ലോ. മൂന്നാമത് LIK ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, മറ്റേ പ്രദീപിൻ്റെ സിനിമ. ഈ 3 ഉണ്ടായിരുന്നു. പ്രദീപിൻ്റെ സിനിമ അടുത്ത ആഴ്ച 18-ാം തീയതിയായിരുന്നു റിലീസ് വെച്ചത്. 3 പോസ്റ്റ്പോൺ ചെയ്തു. അതായത് ഈ മാസം തമിഴ്നാട്ടിലാണ് നിങ്ങളെങ്കിൽ തമിഴ് സിനിമ ഇല്ല. അവിടെ ഇപ്പോൾ ആകെ ഓടുന്നത് പടയപ്പൻ്റെ റിലീസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവിടുത്തെ മെയിനായിട്ട് എല്ലാവരും കാണുന്നത്. 3 മെയിൻ സിനിമ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുക. എന്താണ് അവിടെ പറ്റുന്നത് എന്നറിയില്ല. ഈ വാവാദ്യാറിൻ്റെ എന്തോ ഈ ഗ്രീൻ സ്റ്റുഡിയോസ് മറ്റേ കങ്കുവയ്ക്ക് എടുത്ത ആളില്ലേ, പുള്ളിയാണ്. അപ്പോൾ അയാളുടെ എന്തോ ഈ 20 കോടി എന്തോ ആർക്ക് കൊടുക്കാനുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു കോടതി വിധി വന്നിട്ടാണ് അത് മാറ്റിയത്. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ ആഴ്ച തിയേറ്ററിൽ സിനിമയൊന്നും ഞാൻ കണ്ടില്ല. അഖണ്ഡ 2 ആണ് പിന്നുള്ളത്. വയ്യ കാണാൻ, അതുകൊണ്ട് മാത്രമേ ഞാൻ കാണാണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ OTTയിൽ കിട്ടില്ല കുറേ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ നൈവ്സ് ഔട്ടിൻ്റെ വേക്കപ്പ് ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെള്ളിയാഴ്ച 1:30 എങ്ങാണ്ട് ഇറങ്ങിയത്. ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടു. 1:30 നോട്ടിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ കണ്ടു. കിടിലൻ സിനിമ. ഓക്കെ, ഇപ്രാവശ്യം ഒരു പള്ളിയും പള്ളിയുടെ ചുറ്റുപറ്റി ഓരോ തവണ ഓരോ സംഭവമാണല്ലോ. ഒന്ന് ഫസ്റ്റിലെ ഒരു പൈസക്കാരനായിട്ടുള്ള ഒരാൾ മരിച്ചു, അതിൻ്റെ മിസ്റ്ററി ആയിരുന്നു. രണ്ടാമത് ഇലോൺ മസ്കിനെ പോലുള്ള ഒരാൾ മരിച്ചു, കുറേ ഫ്രണ്ട്സിനെ അയാൾ ഒരു ഐലൻഡിലേക്ക് വിളിച്ചിട്ട് ആ ഒരു സംഭവമായിരുന്നു. ഇത് ഒരു പള്ളിയായിട്ട് ചുറ്റിപ്പറ്റി, അതൊരു പ്രത്യേക പള്ളിയും സംഭവമൊക്കെയാണ്. ബെൻവാൻ ബ്ലാങ്ക് എന്നുള്ള ആ ഒരു ക്യാരക്ടർ കിഡിലനായിരുന്നു. ജോഷോ കോണറാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച ആൾ, മെയിൻ ക്യാരക്ടറായിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴും ഒരു ഫീമെയിൽ ലീഡ് ആയിരിക്കും മെയിനായിട്ടുള്ളത്. പണ്ട് അനഡി അർമാസൊക്കെ ആയിരുന്നു ഫസ്റ്റിലെ. ഇതിലങ്ങനെയല്ല. ഇതിലൊരു ജോഷോ കോണറാണ് മെയിൻ ആളായിട്ടുള്ളത്. ചാലഞ്ചേഴ്സിലേക്കുള്ള സെൻഡേൻ്റെ മൂവിയിൽ ചാലഞ്ചേഴ്സിലുള്ള അതിൽ അപ്പയ്യൻ ജോഷോ കോണർ കിട്ടലനായിരുന്നു. ഓക്കെ, അതുപോലെ മെയിൻ ആളാണെങ്കിലും എല്ലാവരും നൈസായിരുന്നു. കുറേ കാസ്റ്റ് ഉണ്ട് ഇതിൽ. ഈ നൈസ് ഔട്ട് ആ ഒരു സീരീസിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഈ ചെറിയ ആക്ടേഴ്സൊന്നും ഉണ്ടാവില്ല, എല്ലാം മറ്റേ വലിയ A-ലിസ്റ്റ് ആക്ടേഴ്സ് ആയിരിക്കും. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയും. കിടിലൻ സിനിമ. അതായത് നൈവ്സ് ഔട്ടിൻ്റെ സിനിമയാണെന്ന് വെച്ചാലും ഇപ്പം നോർമൽ ഒരു സിനിമ ആണെങ്കിൽ കൂടെ കിടിലൻ സിനിമ. വലിയ ബന്ധമൊന്നുമില്ല. അപ്പം അത് കാണണം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തുള്ള അവൻ്റെ അനിയനാണ്, അങ്ങനെയൊന്നുമില്ല, ഒരു ബന്ധമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും.
നെറ്റ്ഫ്ലിക്സിലുണ്ട്. വേക്കപ്പ് ഡെഡ് എന്നാണ് സിനിമയുടെ പേര്. നൈവ്സ് ഔട്ടിൻ്റെ മൂന്നാമത്തെ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമ. ഗോ വാച്ച് ഇറ്റ്. ഓക്കെ, തംസ് അപ്പ് റിവ്യൂ. പിന്നെ അടുത്തത് കണ്ടത് ഇറ്റിൻ്റെ വെൽക്കം ടു ഡെറിയാണ്. ഈ പിള്ളേരെ കൊല്ലള നിർത്താൻ പറ്റുമോ? ഫസ്റ്റ് ഞാൻ ആലോചിക്കായിരുന്നേ, സ്ട്രേഞ്ചർ തിങ്സ് ആണ് നമ്മൾ കാണുന്ന വയ്ക്കുക. ഫസ്റ്റ് സീസണിൽ ആ മാക്സിനെയും ആ വില്ലിനെയൊക്കെ കൊന്ന എങ്ങനെ ഉണ്ടാവും നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് സീസണിൽ പിള്ളേരെ കൊല്ലുക എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവന്മാർ ചെയ്യുന്നത്. 7th സീസൺ ഈ വീഡിയോ ചെയ്യുമ്പോൾ 7th സീസണല്ല, 7th എപ്പിസോഡായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. മൊത്തം 8 എപ്പിസോഡുണ്ട്. ഫിനാലെയൊക്കെ എന്തോ മാരക ഐറ്റമെന്നാണ് പറയുന്നത്. ഇത് പെന്നി വൈസിൻ്റെ ബേസിക്കലി ഇതുവരെ കാണാത്തവർക്കാണ്. പെന്നി വൈസ് ഉണ്ടല്ലോ, ആ ഒരു പ്രേതം പോലത്തെ സംഭവം, അവരുടെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് ഇതിൽ ബേസിക്കലി വരുന്നത്. അതിൽ എങ്ങനെയാണ് ഈ പെന്നി വൈസ് ആയത് എന്നുള്ള സ്റ്റോറിയുണ്ട്. അത് ഈ 7th എപ്പിസോഡിലായിരുന്നു. കിടിലൻ എപ്പിസോഡ്. ചോര എന്നൊക്കെ പറഞ്ഞ ചോരൻ്റെ കളിയും പിന്നെ എന്തൊക്കെയോ ഒരു തല വെട്ടിക്കളയിൽ അങ്ങനെ ഇങ്ങനെ കുറേ ബ്ലഡി സീൻസും പിള്ളേരെ കൊല്ലലും. ഈ പിള്ളേരെ കൊല്ലൽ മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അതായത് നമുക്ക് ഒരു ക്യാരക്ടറിന് ഇങ്ങനെ അവനെ കുറച്ച് ഡയലോഗും അവനൊക്കെ കുറച്ച് സ്ക്രീൻ സ്പേസും കൊടുക്കും. അപ്പം തന്നെ നമുക്ക് ഒരു ഡൗട്ട് അടിക്കും, ഇവരെ ഇപ്പം തട്ടുന്നു. അതുപോലെ തന്നെ അവൻ അപ്പം കൊല്ലും. അത് ഒരുപാട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ആ എപ്പിസോഡിൽ തന്നെ കൊല്ലും. ഒരു ചങ്ങായിൻ്റെ ഒരു പാവൻ ചങ്ങായി, അവനെ കൊന്ന് ഇവർ. എന്തൊരു ശരിയായ സീരീസ്. അതായത് നമ്മൾ ബാക്കിയുള്ള ഈ കുട്ടികളുടെ സ്ട്രേഞ്ചർ തിങ്സ് പോലത്തെ സീരീസുകളുണ്ടാവില്ല, ഇങ്ങനെ കുറേ കുട്ടികൾ അവരിങ്ങനെ കുറേ കേസ് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവർ ആ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് അന്വേഷിക്കുക, അങ്ങനത്തെ ഒരു വൈബില്ലേ. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് കുറച്ച് കുട്ടികൾ അവരിങ്ങനെ അന്വേഷിക്കുക, അവസാനം അവർ കണ്ടുപിടിക്കും. ഇറ്റെടുത്താലും അങ്ങനെ തന്നെയാണല്ലോ, ഇറ്റിൻ്റെ സിനിമയും അങ്ങനെ തന്നെയല്ലേ. ഒരു പ്രേതം ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലാനൊക്കെ നോക്കുന്ന ആ ഒരു സംഭവം വൈബ് തന്നെയല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മാരക ഡാർക്ക് സാധനങ്ങൾ. സിനിമയിൽ പോലും ഇത്ര ബ്ലഡും ഇത്രയും അക്രമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അങ്ങനത്തെ കുറേ ഹെവി ശരിയായ രീതിയിൽ എടുത്തിട്ടുണ്ട്. പൊളി സാധനം. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സാധനമാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഈ ഒരു 3 ആഴ്ചയായിട്ട് ആ ഹോംലാൻഡ് സീരീസിൻ്റെ പിന്നാലെയായിരുന്നു. അവസാനം ഞാൻ അതിനെക്കുറിച്ച് റീലും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം അതൊന്ന് തീർന്നു കിട്ടി. എൻ്റെ അമ്മോ, അത് 8 സീസൺ 12 എപ്പിസോഡ് 96 എപ്പിസോഡ് മൊത്തം. ഓരോ എപ്പിസോഡ് 45 മിനിറ്റ് വെച്ചിട്ട്. അത് പക്ഷേ കണ്ടതുകൊണ്ട് അയ്യോ സമയം പോയി അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. പക്ഷേ അതന്നെ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. കാരണം കാണാൻ പറ്റില്ലേ. ഇത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് സംഭവിക്കുക നമുക്ക് ഇനി എന്താവും എന്നൊരു ടെൻഷനാവും. ഫിനാലെയൊക്കെ പൊളി. അതായത് നമ്മൾ ഈ 8 സീസണൊക്കെ ഉള്ള ഈ ഗെയിം ഓഫ് ത്രോൺസിന് അതല്ലേ സംഭവിച്ചത്. ഈ 8 സീസൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു 8-10 കൊല്ലമായിട്ട് ഇവർ തന്നെ ആയിരിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് തന്നെ ഒരു ബോറടിക്കും, ഇതെങ്ങനെയെങ്കിലും തീർത്താൽ മതി. അങ്ങനെയാണ് ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റിയത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൽ ഫൈനൽ സീസൺ ഫിനാലെയാണ് പൊളി, ഏറ്റവും പൊളി ഫിനാലെ. അതിലെല്ലാം അതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കൂടെ വന്നിട്ട് ബോം കിടിലനായിരുന്നു. നിങ്ങളാരെയും കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഭയങ്കര ഇങ്ങനെ സ്പൈ ആ പരിപാടി ഉണ്ടല്ലോ, ഈ CIA പരിപാടി, ഈ ഒരു തീവ്രവാദി സംഘടനയൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം. ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമൻറ്റും ഒരുപാട് കാണാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിരുന്നു. കേട്ടതിൽ സന്തോഷം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ റിവ്യൂസ്. വേക്കപ്പ് ഡെഡ് കാണാം നൈവ്സ് ഔട്ടിൻ്റെ. പിന്നെ ഇറ്റ് വെൽക്കം ടു ഡെറി ഈ ആഴ്ചയോടെ കഴിഞ്ഞു. 8 എപ്പിസോഡ് കഴിഞ്ഞു, അതും കാണാം. രണ്ടിനും തംസ് അപ്പ്. ഓക്കെ, ഗോ വാച്ച് ഇറ്റ്. ഒരുപാട് ന്യൂസുകളും അപ്ഡേറ്റുകളും വന്ന ഒരാഴ്ച കൂടിയായിരുന്നു. സൂപ്പർ ഗേളിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും ട്രെയിലറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെയും കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ബബ്ബൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബബ്ബ എനിക്ക് ഈ പേര് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഭയം ഭക്തി ബഹുമാനം എന്നുള്ളതിനെ ചുരുക്കിയിട്ടാണ് അവർ ബബ്ബ എന്നാക്കിയത്.
അതെനിക്ക് സത്യം പറയാൻ എനിക്ക് ഇപ്പം ഈ ട്രെയിലറിൻ്റെ അതില്ല ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ പേര് എന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. എല്ലാവർക്കും അറിയുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ ബബ്ബ A+B² അതിൻ്റെ ആണെന്നാണ് വിചാരിച്ചിട്ടാണ്. ഇതിൽ എനിക്ക് ഈ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി ആ ഒരു വൈബാണ് അടിച്ചത് ആ ട്രെയിലർ കണ്ടപ്പോൾ. അതായത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നൊക്കെ എഴുതിയിട്ട്, അതായത് അവർ ആദ്യം തന്നെ പറയാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സിനിമയല്ല, ഈ ലോജിക്കൊന്നും ഇല്ലാണ്ടുള്ള. ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി അത് കണ്ടിട്ടില്ലേ, അജിത്തിൻ്റെ അക്രമ സിനിമയാണ്. ഒന്നുമില്ല, ഒരു ലോജിക്കും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ ഉണ്ട്, ഫുള്ള് റെഫറൻസ് എടുത്തിട്ടും കുറേ അങ്ങനെ ഇങ്ങനെ കുറേ സിനിമകളുടെ റെഫറൻസും ഇവരുടെ തന്നെ. ഇപ്പോൾ ദിലീപാണെങ്കിൽ ദിലീപിൻ്റെ പഴയ കുറേ സിനിമേൻ്റെ റെഫറൻസും, മോഹൻലാലുണ്ടല്ലോ അപ്പോൾ മോഹൻലാലിൻ്റെ പഴയ കുറേ സിനിമ റെഫറൻസ്, അങ്ങനെ ആ അജിത്തിൻ്റെ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു അതിലും. അതുപോലെ തോന്നി എനിക്ക്. ഇതിനെ ഇത് ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഷാൻ റഹ്മാൻ ആയിരുന്നു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പുള്ളി തന്നെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ പുള്ളിനെ അതിൽ നിന്ന് മാറ്റിയിട്ട് മ്യൂസിക് മാത്രം ഷാൻ റഹ്മാനും ഗോപി സുന്ദറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബബ്ബയിൽ. വലിയ മാറ്റമൊന്നുമില്ല, അതിലും വലിയ ഗുണമുണ്ടായില്ല, ഇതിലും വലിയ മാറ്റമുണ്ടോ ചോദിച്ചാൽ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത്. കാരണം ഒരു പാട്ടൊക്കെ ഉണ്ട് തോന്നുന്നു, ഈ മോഹൻലാലും ദിലീപൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാട്ടൊക്കെ നൈസാണെങ്കിൽ ഇവർ ഓൾറെഡി അത് ഇറക്കുമല്ലോ, പാട്ട് ഹീറ്റായ ഇവർക്കൊരു നൈസ് പ്രൊമോഷൻ തന്നെയല്ലേ, എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ഇറക്കിക്കൂടെ. അതും ഇറക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഈ പാട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തോ ഒരു എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായിരുന്നു ഷാൻ റഹ്മാൻ അന്ന് അത് മാറ്റണു അത് ഇത് എന്നൊക്കെ പറഞ്ഞത്. ഷാൻ റഹ്മാൻ്റെ കാര്യം അറിയാലോ, ആ ഒരു ഏതായിരുന്നു ആ സിനിമ, വിനീതിൻ്റെ ലാസ്റ്റ് സിനിമ, ഒരു അബദ്ധം, മറ്റേ ചെണ്ട കൊട്ടലൊക്കെ, മറ്റേ യൂറോപ്പിലൊക്കെ പോയിട്ട് ചെണ്ട കൊട്ടണ മ്യൂസിക്കൊക്കെ ഇട്ട ആ ഒരു സംഭവമായിരുന്നു, വലിയ അബദ്ധമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണോ മാറ്റി, എന്തൊക്കെയോ പ്രശ്നമുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ, അത് കാണാനുമുണ്ട്. ഒരു മാസ് പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അടിച്ചുപൊളി സിനിമയാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ ട്രെയിലറിലും ഒരു സംഭവമൊക്കെ വേണ്ടേ. സിനിമ വരുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും, അറിയില്ല. വർക്ക് നടക്കുന്ന ചിലപ്പോൾ ഇപ്പം മാറ്റിയിട്ടേ ഉള്ളൂ. ഈ ഗോപി സുന്ദർ ഒരു പോസ്റ്റൊക്കെ ഇട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വർക്ക് നടക്കുന്ന മിക്സിംഗ് ഒക്കെ നടക്കുന്നേ ഉണ്ടാവുള്ളൂ. വരട്ടെ, സിനിമ നന്നായിട്ട് വരട്ടെ. 18-ാം തീയതി റിലീസ്, വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു, 18-ാം തീയതി. ഓക്കെ, അതെന്തായാലും നമ്മൾ പോകുന്നുണ്ട് ഒരു പൊളി പൊളിക്കാൻ. മോഹൻലാലിന് എന്താ പറ്റിയത് എന്ന് വേറൊരു സംശയം കൂടി എനിക്കുണ്ട്. മോഹൻലാലിന് ഇതേപോലെ വേറൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഖലീഫിൻ്റെ അല്ലോ പൃഥ്വിരാജിൻ്റെ വൈശാഖ് എടുക്കുന്ന, അതിൽ ഈ മാമ്പരക്കൽ അഹമ്മദ് അലി ആ ഒരു ഇന്ദ്രൻസ് വന്നിട്ടൊരു എലിവേഷൻ സംഭവമൊക്കെ പറയുന്നുണ്ടല്ലോ. മാമ്പരക്കൽ അഹമ്മദ് അലിയുടെ പേരക്കുട്ടിയാണ് അമീർ അലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മാമ്പരക്കൽ അഹമ്മദ് അലി ആയിട്ട് മോഹൻലാൽ വീണ്ടും അഭിനയിക്കുന്നു. അത് പിന്നെ ക്യാമിയോ പോലത്തെ ആയിരിക്കില്ല തോന്നുന്നു, ഫുൾ ഫ്ലെഡ്ജഡ് ആയിരിക്കും. കാരണം ഇവരിപ്പോൾ 2 പാർട്ടാക്കിയിട്ടുണ്ട്. പാർട്ട് 1 ആണ് ഓണത്തിന് ഇറങ്ങുന്നത് അടുത്ത കൊല്ലം. പാർട്ട് 2 ഫസ്റ്റ് പാർട്ട് ദ ഇൻട്രോ, സെക്കൻഡ് പാർട്ട് ഹിസ് റെയിൻ, അങ്ങനെയൊക്കെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ടാണ് ഇറക്കുന്നത്. വൻ കോൺഫിഡൻറ്റിലാണ് എന്നാണ് തോന്നുന്നവരൊക്കെ. പുലിമുരുകന് ശേഷം അപ്പോൾ വൈശാഖിൻ്റെ കൂടെ വീണ്ടും മോഹൻലാൽ അഭിനയിക്കുന്നു. അതാണ് ഈ ഖലീഫൻ്റെ അപ്ഡേറ്റ്. ഓക്കെ, പിന്നെ വീണ്ടും, പക്ഷെ അതെനിക്ക് തോന്നുന്നു അങ്ങനെ ക്യാമിയോ പോലെ ആയിരിക്കില്ല, ഇൻട്രോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലും ആ സംഭവമൊക്കെയാണ് പറയുന്നത്, ഇവിടുത്തെ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജഡ് ക്യാരക്ടറിനായിരിക്കും തോന്നുന്നു. ഇവിടെ എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ അന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ഗോകുലം ഗോപാലനാണല്ലോ മറ്റേ എമ്പുരാനെ രക്ഷിച്ചത്, അപ്പോൾ അത് കാരണം അതിൻ്റെ കടപ്പാടാണ് ലാലേട്ടൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് കുറേ ഈ എക്സിലെ കുറേ ഫാൻസുകാരുണ്ടല്ലോ അവരൊക്കെ പറയുന്നത്. ഈ റെഡിറ്റിലും എക്സിലും പറയുന്നതൊക്കെ നമുക്ക് തള്ളായിട്ടൊക്കെ തോന്നും, പക്ഷേ അതിലൊക്കെ കാര്യമുണ്ട്. ആ സ്മൃതി മന്ദരൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇനിയോട്ട് എല്ലാം വിശ്വസിക്കുകയാണ്. ഇതൊക്കെ വെറുതെ തള്ളായിരിക്കുന്നതുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു പരിപാടിയില്ല, ഇതൊക്കെ ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ദിലീപിൻ്റെ കൂടെ ഒരു ചെറിയൊരു എക്സ്റ്റെൻഡ് ക്യാമിയോ എല്ലാം ഒന്നും ആയിരിക്കില്ല, ഫുള്ള് റോളുണ്ട്. ഞാൻ ഒരു പാട്ട് സീന് കണ്ട പോലെ എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഒരു പാട്ട് ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നവർ രണ്ടുപേരും കൂടി അതുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമിയോ പോലത്തെ ഒന്നും അല്ല എന്നാണ് തോന്നുന്നത്, റോൾ തന്നെ ആയിരിക്കും മിക്കവാറും. ഇതെന്തിനെ കുറിച്ചാണ് സിനിമയെന്നോ ഇതെന്താണ് പരിപാടിയെന്നോ ഒന്നും അറിയുന്നില്ല. ദിലീപ് ആദ്യം ഒരു പൊളിറ്റീഷ്യനെ പോലെ വരുന്നുണ്ട്,
പിന്നെ കുറേ എന്തൊക്കെയോ ഒരു മാസം ഒരു കള്ളനെ പോലെ അങ്ങനെ ഒരു വേറെ പോലീസുകാർ പിടിക്കാൻ വരുന്ന ഒരാളെ പോലെ വരുന്നുണ്ട്. എന്തൊക്കെയോ സംതിങ് ഈസ് ഗോയിങ് ഓൺ. റഫൻസിൻ്റെ കളി, ആ CID മൂസിൻ്റെ കാലിലുള്ള കാറ് ഗില്ലി യൂണിവേഴ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ എഴുതിയിട്ട് ഒരു മോഹൻലാൽ വന്ന് ഡയലോഗ് പറയുന്ന സമയത്ത് ഗില്ലി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ റെഫറൻസ്, പിന്നെ മറ്റേ ദേവ്ജീൻ്റെ മറ്റേ ഡയലോഗ്, ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള ഡയലോഗ്, അങ്ങനെ പിന്നെ മുകുന്ദൻ ഉണ്ണി ആ സംഭവം, ശരിക്കും മുകുന്ദൻ ഉണ്ണി ആ സംഭവം, മൊത്തത്തിൽ ഇങ്ങനെ റെഫറൻസിൻ്റെ ഒരു കളി. മറ്റേ നൂറിൻ ഷെരീഫും ഭർത്താവും കൂടിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുന്നത്. റൈറ്റേഴ്സൊക്കെ അവരാണ്. മൊത്തം ഈ ഇൻ്റർനെറ്റിലുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലിയ വൈബ് അടിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ലോജിക്കും ഇല്ല, ഇങ്ങനെ ഇല്ല, കുറേ റെഫറൻസിൻ്റെ ഒരു പരിപാടി. വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, ഇങ്ങനത്തെ സിനിമ തന്നെയാണ് എല്ലാവർക്കും കാണാൻ ആഗ്രഹം. നന്നായിട്ട് വരട്ടെ. ഇനി ഒരു കംബാക്ക്, ഇനി കംബാക്ക് എന്നുള്ളതൊന്നും ഒഴിവാക്കി അവസാനം വന്നു. ഇനി അടുത്ത സിനിമയുമാ ഇതാ ദിലീപേട്ടൻ്റെ കംബാക്ക്, അത് ഒന്ന് നിർത്തി കിട്ടിയ വലിയ ഉപകാരമായി. കംബാക്കൊന്നും ഇനി വേണ്ട, ഇതന്നെ ഇത് കംബാക്കായിട്ട് ഒന്ന് കൂട്ടിയ വലിയൊരു സൗകര്യം. ഇത് കേൾക്കണ്ടല്ലോ ഇനി എന്ത് സിനിമ പറഞ്ഞാൽ കംബാക്ക്, അടുത്ത കൊല്ലം അടുത്ത കംബാക്ക്, അടുത്ത ആഴ്ച വീണ്ടും ഒരു കംബാക്ക്, ഇതന്നെ എത്ര കംബാക്കായത് മതിയായി. അപ്പോൾ ഇതന്നെ ഒരു കംബാക്കായിട്ട് ഒന്ന് ഹിറ്റായി ഒന്ന് കഴിഞ്ഞാൽ അത് പിന്നെ കേൾക്കണ്ട. അപ്പോൾ അങ്ങനൊരു ആഗ്രഹം കൂടി ഉണ്ട്, ഇതൊക്കെ ഒന്ന് ഹിറ്റാവട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദിലീപിൻ്റെ കേസൊക്കെ കഴിഞ്ഞു, എല്ലാവരും അറിഞ്ഞല്ലോ, 8-ാം തീയതി കേസ് കഴിഞ്ഞു. എന്തോ അതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്? കോടതിയിൽ ഒരു കേസ് വന്നു, ഇനിയിപ്പോൾ കേസ് തോറ്റിട്ട് ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വയ്ക്കാൻ പറ്റുന്ന വക്കീലിനെ കൊണ്ട് വെച്ചിട്ടും ഈ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ അതിൽ ഈ നാട്ടുകാരിരുന്നിട്ട് അവൾക്കൊപ്പമാണ്, ഇവനൊപ്പമാണ്, മറ്റവനൊപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിൻ്റെ മറ്റേ പ്രതികൾക്ക് പോലും മര്യാദയ്ക്ക് ശിക്ഷ പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രോസിക്യൂഷനും വക്കീലന്മാരും ആക്ച്വലി ദേ ഫെയിൽഡ് ഇൻ ഇറ്റ്. പിന്നെ ഇങ്ങനത്തെ കേസ്, ഈ ഗൂഢാലോചന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് സാക്ഷികൾ വേണം. ഇവരെ കണ്ടു, അവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണില്ലേ. ഈ സിനിമയിലൊക്കെ മാത്രമാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ തെളിഞ്ഞ് അവനൊക്കെ ശിക്ഷ കിട്ടി ഇവനൊക്കെ ജയിലിൽ പോകുന്നത്. റിയൽ ലൈഫിലൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആക്ച്വലി ഗൂഢാലോചനയൊക്കെ തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഈ ശിക്ഷ കിട്ടുന്നു പറഞ്ഞിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ഐഡിയ ഇല്ല. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. കേസും ഇതൊക്കെ കഴിഞ്ഞു, ഇനി ഫൈനൽ കംബാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. വ്യാഴാഴ്ച ഞാനും പോകുന്നുണ്ട്, എല്ലാവരും പോയി സിനിമ കാണാം. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ഹോളിഡേ മൂവി ആയിരിക്കും എന്ന് തോന്നുന്നു. മ്യൂസിക്കൊന്നും വലിയ ഗുണമില്ല ഇതുവരെ കണ്ടതിൽ. നന്നാവട്ടെ സിനിമ, നന്നായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹോളിഡേ മൂവി കിട്ടും. വേറെ സിനിമയൊന്നും ഇല്ലതാനും, ഒരു സിനിമയില്ല. പിന്നെ അടുത്തത് നിവിൻ പോളിൻ്റെ 25-ാം തീയതി ഇറങ്ങുന്നത് സർവമായ, അത് നൈസായിരിക്കും. എനിക്ക് മറ്റേ പാച്ചുവിൻ്റെ ആ പാച്ചുവിൻ്റെ അത്ഭുത വിളക്ക അങ്ങനെ എന്തോ ആണല്ലോ സിനിമൻ്റെ പേര്, അതെടുത്ത ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സിനിമയാണ് അത്. ഒരു എന്താ പറയുക, ഒരു സമാധാനമുള്ള സിനിമയാണ്, മറ്റേ ബഹളങ്ങളൊന്നുമില്ല, ഒരു നൈസ് മൂവിയായിരുന്നു. അതുപോലെ തന്നെ ആവട്ടെ. അപ്പോൾ അതും ഇതും മാത്രമേ ഉള്ളൂ ഈ മാസം, പിന്നെ ഒന്നുമില്ല. ഈ അവതാർ ഇറങ്ങണോണ്ടാണോ ഇവരൊക്കെ പേടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എല്ലാ തിയേറ്ററിനും അവതാറുകാർ കൊണ്ടുപോകണോണ്ടാണോ സിനിമ നടക്കാത്തത് അറിയില്ല. ഇതാണ് ബബ്ബൻ്റെ കാര്യം. ചായയൊക്കെ പോക്കറ്റിലിടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോഴാണ് ഒരു ടെൻഷൻ. കംബാക്ക് അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഈ പഴയ കോമഡി ഉണ്ടല്ലോ, അതിപ്പോൾ ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. ദിലീപ് ഇതിന് ശേഷം ഈ കേസ് കഴിഞ്ഞിട്ടും കുറേ സിനിമ ഇറക്കിയതൊക്കെ അങ്ങനത്തെ ഈ പണ്ടത്തെ കോമഡീനെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കുന്ന പോലത്തെ കുറേ പരിപാടിയായിരുന്നു. അതിന് ഇനി അങ്ങോട്ട് ആ കോമഡിയൊക്കെ ഒന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും തിരി പിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡയറക്ടർമാർ കുറേ പണിയറിയണ പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെയൊക്കെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ കംബാക്ക് പെട്ടെന്ന് ആക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കൊല്ലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ചായ പോക്കറ്റിടുന്ന സീന് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു. എനിക്ക് ആദ്യം അത് കത്തിയില്ല, എന്തോ ഇങ്ങനെ കൈയിടുന്ന പോലെ തോന്നി. പിന്നെയാണ് ഞാൻ ഒരു പോസ്റ്റ് കണ്ടത്, ചായ പോക്കറ്റിലിടുന്ന ശ്രദ്ധിച്ചോ എന്ന് കണ്ട്.
ചായ പോക്കറ്റിലിരുന്നത്. പിന്നെ ഞാൻ ഒന്നുകൂടി കണ്ടപ്പോഴാണ് ചായ പോക്കറ്റിലിട്ട്, ചായ ഗ്ലാസ് ഇങ്ങനെ പോക്കറ്റിൽ കിട്ടുന്നത് സ്റ്റൈൽസ്, മറ്റേ ഡ്യൂഡിൽ മറ്റേ മൊബൈൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ. അറിയില്ല ഓരോ സംഭവങ്ങൾ. ശരി, അപ്പോൾ വ്യാഴാഴ്ച കാണാം. ബബ്ബ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. അടുത്തത് നമ്മുടെ സൂപ്പർ ഗേളിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ആദ്യം വന്നു, അതിൻ്റെ മൂവി ട്രെയിലറും വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കിടിലൻ ട്രെയിലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിലർ വന്ന് കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിട്ടില്ല, അപ്പയ്ക്ക് തുടങ്ങിയതാണ്. ഇത് മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ആണല്ലേ, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഒരു വാക്ക് ബാൻഡ് ഒരു സീൻ ഉണ്ടായിരുന്നു ട്രെയിലർ ഇറങ്ങുന്ന മുന്നേ. ഈ മില്ലി ആക്ട്രസ് ഉണ്ടല്ലോ, അവരിങ്ങനെ ഒരു വാക്ക് മാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ, അപ്പം തന്നെ ഇത് മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിൻ്റെ ഫസ്റ്റ് സീനല്ലേ, അതിൽ മറ്റേ സ്റ്റാറിലോട് മറ്റേ വാക്ക് മാനൊക്കെ വെച്ചിട്ടുള്ള അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു. പിന്നെ ട്രെയിലർ ഇറങ്ങി ആ ഒരു കുറേ വേൾഡും കുറേ കളർഫുള്ളായിട്ടുള്ള ആ ഒരു ലോകവും പിന്നെ കുറേ ലേസേഴ്സ് പോലത്തെ പരിപാടിയൊക്കെ കണ്ടപ്പോൾ തന്നെ തുടങ്ങി. കളർഫുൾ ഏലിയൻ വേൾഡ് കണ്ടപ്പോൾ ഇത് ജെയിംസ് ഗന്നാൻ്റെ മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി പരിപാടിയാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ആ സ്നൈഡറോളികളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇരുട്ടവിടെ ഇരുട്ട്. അതായത് സൂപ്പർമാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൂപ്പർ ഗേൾ ഇവിടെയൊന്നും ഇല്ല, വേറെ എവിടെയൊക്കെയോ ആണ്, ഇടയ്ക്ക് എവിടെ നിന്നോ പെട്ടെന്ന് വന്നത് വേറെ എന്തോ വേൾഡിലായിരുന്നു, ഇപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലാസ്റ്റ് അങ്ങനെ തന്നെ പറയുന്നത്. ആ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ആ പട്ടിക്കുട്ടീനെ നോക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയാണ് ആ സംഭവമാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. ക്യാരക്ടർ വൈസ് കോമിക് വൈസ് നോക്കുകയാണെങ്കിൽ പക്കയാണ്. ഈ വുമൺ ഓഫ് ദ ടുമോറോ എന്ന് പറഞ്ഞിട്ട് ഒരു കോമിക് ബുക്ക് ഉണ്ട്, അതിൻ്റെ ബേസ്ഡ് തന്നെയാണ് ഈ മൂവി ട്രെയിലറിൽ വില്ലനായാലും ഇതിലെ ആ മൊത്തം പരിപാടിയാണെങ്കിലും ആ കോമിക് ബുക്കിൽ നിന്ന് നേരെ ഇൻസ്പയർഡ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു മെയിൻ കാര്യം, ജെയിംസ് ഗൺ അല്ല ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, ക്രേഗ് ഗില്ലസ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ടോണിയ, $1 മില്യൺ ആർമ്, പിന്നെ മറ്റേ ഡം മണി ഒക്കെ എടുത്തില്ലേ, പുള്ളിക്കാരനാണ് ഇത് ഡയറക്ടർ. ഇവരെ അല്ല ജെയിംസ് ഗൺ ഇതിലേക്ക് അടുപ്പിച്ചിട്ടില്ല. ജസ്റ്റ് പ്രൊഡ്യൂസറും ഈ കെവിൻ ഫൈഗിനെ പോലെ ഒരാൾ, അങ്ങനെയാണ് ഇപ്പോൾ ജെയിംസ് ഗണ്ണ് ഡയറക്റ്റ് ഇൻവോൾവ്ഡ് അല്ല ഇതിൽ. അപ്പോഴേക്കും ആൾക്കാർ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ആക്കി, അങ്ങനെയാക്കി. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആണ് എന്ന് പറയുന്നതിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ സൂപ്പർ ഗേൾ ഉണ്ടല്ലോ, ആക്ച്വലി സൂപ്പർ ഗേൾ സൂപ്പർമാനുമായിട്ടുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർമാൻ മൊത്തം എർത്തിലാണ് ജനിച്ച് വളർന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ അവരുടെ ആ പ്ലാനറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആ പ്ലാനറ്റ് തകർന്നല്ലോ, ആ തകരുന്നതിൻ്റെ ഒരു ചെറിയൊരു സീനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ഗേൾ പക്ഷെ അങ്ങനെയല്ല. സൂപ്പർ ഗേൾ അവരുടെ പ്ലാനറ്റിലായിരുന്നു കുറച്ച് ജനിച്ച് വളർന്നതൊക്കെ, പിന്നീടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഈ ജീവിച്ച പ്ലാനറ്റ് തകരുന്നത് കണ്ട് ആ ഒരു മെൻ്റൽ കുറച്ച് ഇഷ്യൂസും പരിപാടികളും ഒക്കെ ഈ സൂപ്പർ ഗേളിലുണ്ട്. സൂപ്പർമാൻ ഫുള്ള് പോസിറ്റീവായി എല്ലാവരും രക്ഷിച്ച് കുഞ്ഞിനെയൊക്കെ രക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പുള്ളിക്കാരൻ ഇവിടെ എർത്തിൽ വന്ന് സുഖമായിട്ട് ഇരിക്കണോണ്ടാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഈ കോമിക് ബുക്കിലേക്കുള്ള വ്യത്യാസം. ഇവിടെയും അതന്നെ ആണ് ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ജെയ്സൺ മൊമോവിനെ ലോബോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു 1 സെക്കൻഡ് ഒരു സംഭവം, ഒരു സിഗാറൊക്കെ കടിച്ച് പിടിച്ചിട്ട് വരുന്ന ഒരു ചെറിയൊരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ലോബോ മെയിൻ ഒരു ക്യാരക്ടറാണ്. അതായത് സൂപ്പർമാൻ്റെ അടുത്ത് മുട്ടി നിൽക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇമ്മോർട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് മരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും പാർട്സൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ വളരുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ബൗണ്ടി ഹണ്ടർ, ഈ മേഴ്സണറി പോലത്തെ ഒരു ക്യാരക്ടറാണ് ലോബോ. അപ്പോൾ ലോബോ വരുന്നുണ്ട്. ലോബോ ആക്ച്വലി മെയിൻ വില്ലനല്ല, മെയിൻ വില്ലൻ വേറൊരാളാണ്. പിന്നെ റൂത്തി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. ഈ റൂത്തിൻ്റെ ഈ കോമിക് ബുക്കിൽ വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂപ്പർ ഗേളിൻ്റെ അടുത്തേക്ക് പെൺകുട്ടിയുടെ അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്, സഹായത്തിന് വേണ്ടിയിട്ട് സൂപ്പർ ഗേളിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് റൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ക്യാരക്ടർ. പിന്നെ ആ പട്ടിക്കുട്ടി, ഇവരുടെ മെയിൻ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ആ പട്ടിക്കുട്ടിക്ക് ഇഞ്ചോർഡായ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കോമിക് ബുക്കിലുള്ളതാണ്. ഓക്കെ, മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രം ഓഫ് യെല്ലോ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായിയാണ്. മുഖത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു അതും ഒരു സെക്കൻഡേ കാണിക്കുന്നുള്ളൂ. അതും കോമിക് ബുക്ക് വെച്ചിട്ട് ആ ലുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. കോമിക് ബുക്കിൽ ഇങ്ങനെ ഒരു താടി മീശയൊക്കെ വെച്ചിട്ട് ഒരു ചങ്ങായിയാണ്. പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു മൊട്ടയായിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ള ഒരു ചങ്ങായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് മെയിൻ വില്ലൻ. ഓക്കെ, ആ കോമിക് ബുക്കിലും അത് തന്നെയാണ് മെയിൻ വില്ലൻ. ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഈ സ്ട്രക്സും കാര്യങ്ങളൊക്കെ ഈ ട്രെയിലർ തന്നെ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ ഓറോ ഫാമിങ് പോലെ അല്ലാതെ ഒരു മര്യാദയ്ക്ക് ഇതാണ് സ്റ്റോറി കണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മെയിൻ സംഭവങ്ങളൊക്കെ കാണിച്ചൊരു ട്രെയിലറാണ്. ജൂലൈ ആണ് റിലീസ്, അടുത്ത കൊല്ലം ജൂണിലാണ് റിലീസ്. അടുത്ത കൊല്ലം ജൂൺ 26, 2026 ജൂൺ 26 റിലീസ്. ഇഷ്ടംപോലെ ഉണ്ട്, 5-6 മാസം ഉണ്ട് ഇനി. അപ്പോൾ ഇക്കൊല്ലം 2026 സൂപ്പർ ഗേൾ, 2027 വീണ്ടും സൂപ്പർമാൻ. നൈസായിട്ട് പോട്ടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൊല്ലം സൂപ്പർമാൻ, ഒരു കൊല്ലം സൂപ്പർ ഗേൾ, ഇങ്ങനെ പോട്ടെ. അപ്പോൾ വില്ലനെ കെട്ടി ലോബോ ഉണ്ടെന്ന് കൺഫേമായി. ജേസൺ മൊമോയാണ് ലോബോ. സൂപ്പർ ഗേളിൻ്റെ കുറച്ച് വിഷമങ്ങളും ആ പ്ലാനറ്റ് തകർന്ന ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ, അതിനും കള്ളൊക്കെ കുടിച്ച് മറ്റേ അലമ്പായിട്ട് നടക്കുന്ന ആ ഒരു സംഭവം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് നല്ല കാര്യം. ഈ ചുമ്മാ അങ്ങനെ ട്രെയിലർ കാണിക്കാണ്ട് ഈ ഡൂംസ്ഡേൻ്റെ ട്രെയിലറും വരുന്നുണ്ട് അവതാറിൻ്റെ കൂടെ. അതും ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നൈസായിരുന്നു. അതില്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ കുറേ സ്ലോ മോഷനിൽ ഇങ്ങനെ കുറേ അങ്ങനെ എന്നൊക്കെ അതിനേക്കാളും നല്ലത് ഓറോ ഫാമിനെക്കാളും നല്ലത് എന്തുകൊണ്ടും ഇത് തന്നെയാണ്. കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും കാണുകയും ചെയ്തു. ഓക്കെ, അതാണ് സൂപ്പർ ഗേൾ ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഭയങ്കര സംഭവം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ട്രെയിലർ ഇനി വരട്ടെ, ഇനി സംഭവങ്ങളൊക്കെ വരട്ടെ. എന്തായാലും പ്ലാനിങ് പക്കയാണ്. ഒരു കൊല്ലം സൂപ്പർ ഗേൾ, അതും ആയിട്ട് ബന്ധമുണ്ടാവും. ഓക്കെ, സൂപ്പർമാൻ്റെ അടുത്ത സിനിമയായിട്ട്. അപ്പോൾ ആ ഒരു സൂപ്പർമാൻ ഉണ്ടാവുന്നില്ലേ, ഇടയ്ക്കൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ രണ്ട് ഉപദേശം കൊടുക്കാനോ പോസിറ്റീവ് വൈബ് കൊടുക്കാനോ ഒക്കെ വരുന്നുണ്ടാവും. അതെങ്ങനെ പ്ലാനിങ് പോട്ടെ, DC പക്കയായിട്ട് പ്ലാനിങ് വരട്ടെ. ഇതാണ് സൂപ്പർ ഗേളിനെ കുറിച്ച് പറയാനുള്ളത്. ടച്ച്. ഇനി അടുത്തത് ഈ ആഴ്ച ഭയങ്കര വൈറലായിരുന്ന സാധനമാണ് നമ്മുടെ അക്ഷയ് ഖന്നൻ്റെ മറ്റേ ആ പാട്ട്. എന്താണ് ദുരന്തറിലെ എന്താണ് ഫിബനാച്ചി അങ്ങനെ എന്തോ ഒരു അറബിക് പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര വൈറലാണ്. ഇപ്പോൾ എല്ലാവരും മറ്റേ ഡാൻസ് കളിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനം. അത് നൈസൊരു വൈബായിരുന്നു. അതായത് ആ സിനിമയിൽ അത് ഭയങ്കര ഒരു വൈബ് സാധനമായിരുന്നു. ഇവർ ബലോചിസ്ഥാനിലേക്ക് പോവുകയാണ് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു പാട്ടും ഒരു വൈബും ആ ബലോചിസ്ഥാൻ്റെ ഒരു കൾച്ചറൽ ഒരു സംഭവമാണ് ഇത് ബേസിക്കലി കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നൈസ് തന്നെ, വൈറൽ തന്നെ. വേറെ അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തർ ഇറങ്ങിയല്ലോ. അപ്പോൾ ദുരന്തർ ഞാൻ ഈ ദുരന്തറിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക്, അതായത് അൾട്രാ നാഷണലിസം പിന്നെ ഈ വേണ്ടാത്ത അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നല്ല ഡീസൻറ്റ് മൂവിയാണ്. അതായത് എന്താ വെച്ചാൽ ഓവറായിട്ട് ഒരു സംഭവമില്ല, എല്ലാം കറക്റ്റ്. അതിപ്പോൾ മറ്റേ കാണ്ടഹാർ പ്ലെയിൻ ഹൈജാക്ക് ആയാലും പാർലമെൻറ്റ് അറ്റാക്ക് ആയാലും മുംബൈ താജിൻ്റെ സംഭവമായാലും എല്ലാം നല്ല കൃത്യമായിട്ട് കാണിച്ച് എല്ലാം കണക്ട് ചെയ്ത് ഒരു ലിങ്കായിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. പെർഫെക്റ്റ് ആയിരുന്നു എല്ലാം. ഇപ്പോൾ പുതിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മോശം പറഞ്ഞവരുടെയൊക്കെ റിവ്യൂ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യുക. അനുപമ ചോപ്ര പണ്ട് മറ്റേ ഫിലിമി കമ്പാനിയിൽ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചിയില്ല, അവരിപ്പോൾ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എന്തോ മോശം എന്തോ മോശം പറഞ്ഞു എന്ന്, ആൻറ്റി പാകിസ്ഥാൻ അങ്ങനെ എന്തോ പറഞ്ഞു എന്നാ, ആൻറ്റി പാകിസ്ഥാനാണോ എന്തോന്ന് അറിയില്ല, എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ ബേസിക്കലി സിനിമ അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം. ദുരന്തറിനെ കുറ്റം പറഞ്ഞാൽ എല്ലാം റിമൂവ് ചെയ്യുക. പിന്നെ ഹൃത്തിക് റോഷനാണ് അടുത്ത ഒരു വള്ളി പിടിച്ചിരിക്കുന്നത്. അതായത് പുള്ളി 2 സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ സൂപ്പറാണ്, എനിക്ക് അതിൻ്റെ പൊളിറ്റിക്സിനോട് എന്താ പറയുക, പൊളിറ്റിക്സിനോട് യോജിപ്പില്ലെങ്കിലും സിനിമ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോറി വേറൊരു സ്റ്റോറി, അത് ശരിയായ PR സ്റ്റോറി. ഏത് സൂപ്പർ സിനിമ എല്ലാവരും ടാഗൊക്കെ ചെയ്ത് മറ്റേ അങ്ങനത്തെ ഒരു സ്റ്റോറി. അപ്പോൾ ആദ്യം പുള്ളി എന്തോ ഒരു സംഭവം ഇട്ടിട്ട് പിന്നെ അതിനൊന്ന് നൈസാക്കാൻ വേണ്ടിയിട്ട് ഒരു PR സ്റ്റോറി ഇട്ടു. അങ്ങനത്തെ ഒരു കണ്ടാൽ തന്നെ അറിയാം, ഒന്ന് ആരോ എഴുതി കൊടുത്ത പോലത്തെ ഒരു, അങ്ങനെയല്ല, ഒരു
സാധാരണ ഈ വലിയ വലിയ സ്റ്റാറുകളൊക്കെ ഒരു സിനിമ ഹിറ്റാകുമ്പോൾ ഇടുന്ന ഒരു പോസ്റ്റില്ല, അതുപോലത്തെ ഒരു സാധനം. അപ്പോൾ എന്ത് എക്സിൽ പോയിട്ട് ആ രണ്ടാമത്തെ സ്റ്റോറിയില്ല, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എക്സിൽ അറിയാമല്ലോ, ഫുള്ള് ഈ റൈറ്റ് വിങ്ങിൻ്റെ ഫുൾ ടീംസ് അവിടെയാണ്. അതായത് ഇതിനെങ്ങനെ പ്രൊപ്പഗൻഡ മൂവി എന്നൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു സംഭവം പറഞ്ഞുതരാം. എല്ലാം പ്രൊപ്പഗൻഡ മൂവി തന്നെയാണ്. എല്ലാ സിനിമകളും കൈൻഡ് ഓഫ് പ്രൊപ്പഗൻഡ മൂവിയാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു സിനിമ അത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ നമ്മൾ അറിയ പോലും ഇല്ല അതൊരു പ്രൊപ്പഗൻഡ മൂവി ആയിരുന്നു എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കേരള സ്റ്റോറി പോലത്തെ ഓരോ മുമ്പേ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ദ ഫേസ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും കുറേ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യം, അതായത് ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് ആൾക്കാർ വർത്തമാനം പറയുന്നത് പോലും അവർക്ക് അറിയാണ്ട് അങ്ങനെ എടുക്കുന്ന സിനിമകളുണ്ട്. അത് പക്കായി പ്രൊപ്പഗൻഡ, അതൊരു ചീപ്പ് പ്രൊപ്പഗൻഡ മൂവി, അത് ഒഴിവാക്കുക. അതല്ല, വേറെ സിനിമകളുണ്ട്, അത് അതിൽ പറയുന്ന കുറച്ച് പൊളിറ്റിക്സും അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും അത് അവരുടെ പൊളിറ്റിക്സ് പറയുന്ന സിനിമ തന്നെയാണ്. എല്ലാ സിനിമയും അങ്ങനെയാണ്. ഹോം ബൗണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അതിലെന്താ പറയുന്നത്, കാസ്റ്റ് പൊളിറ്റിക്സും മറ്റ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്സ്, ദുരന്തർക്ക് അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും പൊളിറ്റിക്സ് ഉണ്ട്. അതിൽ വ്യക്തമായിട്ട് മറ്റേ അജയ് ഡോവലിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന മാധവനില്ല, അതിൽ പറയുന്നുണ്ട് ഈ എന്താ പറയുക, ഈ ഗവൺമെൻറ് ഒന്നും പോരാ, ഒരു ശരിയായ ഒരു ഗവൺമെൻറ്, ഒരു ശരിയായ നാഷണലിസ്റ്റ് ഗവൺമെൻറ് വന്നാൽ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. കാണ്ഡഹാർ അറ്റാക്ക് നടക്കുമ്പോഴും പാർലമെൻറ്റ് അറ്റാക്ക് നടക്കുമ്പോഴും BJP ആണ് ഇന്ത്യൻ ഗവൺമെൻറ്, വാജ്പേയി ആണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ തന്നെയാണ് പുള്ളി ഈ കാര്യം പറയുന്നത്. എന്ത്, ഇതൊന്നും ഈ ഗവൺമെൻറ് ഒന്നും പോരാ, ശരിയായ ഗവൺമെൻറ് വേണമെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് മറ്റേ കോൺഗ്രസ്സുകാരും കൂടിയല്ല. അപ്പോൾ പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു പൊളിറ്റിക്സാണ്. ഇതിപ്പോൾ നമ്മളൊരു അമേരിക്കൻ മൂവി കാണുന്നു, ഒരു ഹോളിവുഡ് മൂവി, ഒരു FBI മൂവി കാണുന്നു. FBI എന്ത് മണ്ടന്മാരാണെന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലായിട്ട് വരുന്നുണ്ട്. ആ ചാർലി കേക്കിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യവും മറ്റേതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യേ ഇതാണ് അവന്മാർ നമുക്ക് ശരിക്കും തോന്നും. സിനിമയിൽ FBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അണ്ടർ കവർ പോയി അവിടെ പോയി ഇവിടെ പോയി അവരുടെ ഇത് കേസൊക്കെ അന്വേഷിച്ച് ഓരോ നോക്കി മറ്റേ ചെറിയ ഒരു തെളിവ് കിട്ടി അതിനെ പിടിച്ച് കേസ്, അങ്ങനെയല്ലേ നമ്മൾ സിനിമയിൽ കാണാം. അത് അവരുടെ പ്രൊപ്പഗൻഡ. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അമേരിക്കക്കാർ സീൻ ആൾക്കാരാണെന്ന് നമ്മൾ വിചാരിക്കും. അത് അവരുടെ പ്രൊപ്പഗൻഡയാണ്, അത് അവരുടെ പൊളിറ്റിക്സ്. അങ്ങനെ എന്തെടുത്താലും അവരുടെ ഒരു പൊളിറ്റിക്സും പ്രൊപ്പഗൻഡയും ഉണ്ടാവും. അത് നമ്മൾ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ പ്രൊപ്പഗൻഡ ആയിരുന്നു ഇല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ ഒരു പൊളിറ്റിക്സ് അവർ പുഷ് ചെയ്തതായിരുന്നു ഇല്ലേ എന്ന് നമ്മൾ പിന്നെ വിചാരിക്കുക. അത് ആ സിനിമയുടെ എടുത്ത ആളുടെ കഴിവാണ്, അത്രേ ഉള്ളൂ. ആദിത്യധറിൻ്റെ ഒരു കഴിവാണ് ദുരന്തം നമ്മൾ കണ്ടത്. എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെടാതെ പോയത് ആ പേ ഓഫാണ്. അത് ഞാൻ ആ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത് ഈ ഹോംലാൻഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഹോംലാൻഡിൻ്റെ സീസൺ 4 പാകിസ്ഥാനിലാണ് അവർ മൊത്തം സീസൺ. അപ്പോൾ അതിൽ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ ISIയും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധവും, ഈ ISIയിലെ എല്ലാവന്മാരും ചതിയന്മാരാണെന്നും ഈ ISI എങ്ങനെയാണ് ബേസിക്കലി പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുള്ളതും അവരിനെയും പറ്റിച്ച് തീവ്രവാദികളിലും പറ്റിച്ച് അമേരിക്കക്കാരെയും പറ്റിച്ച്, അമേരിക്കക്കാരാണ് പാകിസ്ഥാൻകാർക്ക് പൈസ കൊടുക്കുന്നത്. ആ പൈസ കൊടുക്കുന്നവന്മാരുടെ കൂടെ അവർ എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് സീസൺ 4 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അത് ഫിനിഷ് ചെയ്ത് 5th സീസൺ എന്തോ തുടങ്ങുമ്പോഴാണ് ഞാൻ ഈ ദുരന്തം കാണാൻ പോകുന്നത്. അപ്പം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ശരിയാണല്ലോ, ഞാൻ ആ ഒരു ഫുള്ള് ഒരു സ്പൈ ആ ഒരു വൈബിലായിരുന്നു ഒരു 3 ആഴ്ച. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ദുരന്തം കാണുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാ പ്ലാനിങ്ങും എല്ലാം പക്ക, അവർ എല്ലാം സെറ്റായിരുന്നു. ആ അവസാനം ഈ വില്ലനെ കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതെന്തോ ഈ തെലുങ്ക് സിനിമയിലും ഈ ഇതിലൊക്കെ വരില്ല, അതുപോലെ ആയിപ്പോയി. അതായത് മറ്റേ പ്ലെയിനിൽ നിന്ന് ചാടി വന്ന് മറ്റേ തീൻ്റെ അടിയിൽ കൂടെ വന്ന് അതല്ല, മറ്റേ 10 കാറ് മേലെ കൂടെ പോകണ ആ തെലുങ്ക് സിനിമയല്ല. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവർ ചെയ്യുന്നൊരു കാര്യം അത് കുറച്ചും, കാരണം അതിൽ പാളാനും ഇഷ്ടം പോലെ ചാൻസ്. ഞാൻ വിചാരിച്ചത്
ഇതിപ്പോൾ പാളില്ല, ഇതെന്ത് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു. കാരണം അവൻ ഭയങ്കര ഈ രൺവീറിൻ്റെ ക്യാരക്ടർ അത്രയും കോൺഷ്യസ് ആയിട്ടാണ് അതുവരെ ചെയ്യുന്നത്. അതായത് എല്ലാം പക്കയായിട്ടാണ് പുള്ളി ഒരു കാര്യം ചെയ്യുള്ളൂ, വെറുതെ എന്തെങ്കിലും പോയി ചെയ്യല്ല, ഇമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യല്ല. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുമോ, വില്ലനെ കൊടുക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഇത് എന്തോ ഒരു പാളി പണ്ടാരടങ്ങണ പോലത്തെ ഒരു പ്ലാനിലാണ് അവസാനം വില്ലനെ കൊടുക്കുന്നത്. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അതിൻ്റെ അവസാനം സംഭവിക്കുന്നത്. ക്ലൈമാക്സ് അങ്ങനെ ആയപ്പോഴാണ് ഇതെന്താ ഇതിപ്പോൾ ഇങ്ങനെ ആയത്, 3.5 മണിക്കൂർ കാത്തിരുന്നിട്ടാണ് ഞാൻ അത് കാണുന്നത്, അതും കൂടി ആലോചിക്കണം. അപ്പോൾ അതാണ് എനിക്ക് ആ സിനിമ ഒന്നും ഇഷ്ടപ്പെടാണ്ടിരുന്നത്. ബാക്കി സിനിമയൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളി. 3.5 മണിക്കൂർ എന്താ പറയുക, നല്ലോണം ഹിന്ദിയൊക്കെ അറിയുകയാണെങ്കിൽ 3.5 മണിക്കൂറൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് പിന്നെ ഹിന്ദി അത്ര അറിയാത്തൊരു കുഴപ്പം കൂടി ഉണ്ടായി. അപ്പോൾ 3.5 മണിക്കൂർ അതാണ് ഞാൻ പറഞ്ഞത്, ഈ എല്ലാം സെറ്റാണ്. താജ് അറ്റാക്കിൻ്റെ ഒക്കെ വേറൊരു താജ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെൻ്ററിയും കണ്ടിട്ടുണ്ട്. വേറെ ഒരു സീരീസോ സിനിമയോ എന്തോ ഉണ്ട് ഈ താജ് അറ്റാക്കിൻ്റെ. അതൊക്കെ അതിലെ ബ്രൂട്ടാലിറ്റിയാണ്. ഇവിടുത്തെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുക. പാകിസ്ഥാനിൽ അവർ എന്ത് ചെയ്തു എന്ന് ഇതുവരെ ആരും കാണിച്ചിട്ടില്ലല്ലോ. അതാണ് ഈ ദുരന്തർ കാണിക്കുന്നത് ബേസിക്കലി. അതിനിപ്പോൾ ആൻറ്റി പാകിസ്ഥാൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ ചെയ്തു തന്നെയാണ്. അത് ചെയ്തതെന്ന് പറയാൻ പറ്റില്ലേ? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെ പിന്നെ വേറെ കാര്യം, ഈ റിവ്യൂ റിമൂവ് ചെയ്യണമൊക്കെ തെണ്ടിത്തരമാണ്. അത് എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. പക്ഷേ പ്രൊപ്പഗൻഡയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരാൾ അതിനപ്പോൾ ഒരു മോശം സിനിമയാണ് പറഞ്ഞാൽ അവരുടെ വീഡിയോ റിമൂവ് ചെയ്യുക, അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ ഈ എക്സിൽ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ എക്സിൽ അറിയാലോ, എന്തൊരു കമൻറ്റ് ഇട്ടാലും പൈസ കിട്ടും, ഇങ്ങനത്തെ വേണ്ടാത്ത എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലും കമൻറ്റ് കിട്ടും, നെഗറ്റീവ് റിവ്യൂ ഇട്ടാലും കമൻറ്റ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് തുടങ്ങുക, എന്നിട്ട് എല്ലാ സിനിമയും കുറ്റം പറഞ്ഞാൽ അതിൻ്റെ ഫാൻസുകാർ വന്നിട്ട് അടിയിൽ കമൻറ്റ് ദൃശ്യം ഹിന്ദിയാണ് ഏറ്റവും നല്ലത് എന്നിട്ടൊരു പോസ്റ്റ് ഇടുക. അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പോവും. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇവന് പൈസ കിട്ടാനാണ്, ഞാൻ ഈ കമൻറ്റ് ഇട്ടിട്ട് ഈ തെണ്ടിക്ക് പൈസ കിട്ടണ്ട. ഞാൻ ആദ്യമൊക്കെ കമൻറ്റ് ചെയ്യായിരുന്നു, പിന്നെയാണ് നമുക്കിത് മനസ്സിലാവുമല്ലോ, ഇതെന്തിനാണ് ഇവരിങ്ങനെ റേജ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നു, നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇത് ഇടുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഈ എക്സിൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അത് മൈൻഡാക്കാണ്ടിരുന്ന അവന് പൈസ കിട്ടാണ്ടിരിക്കുമ്പോൾ അവനത് മെല്ലെ നിർത്തിക്കോളും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എക്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഹൃത്തിക് റോഷനും അനുപമ ചോപ്രയ്ക്കും നല്ല ഊക്ക് കിട്ടുന്നുണ്ട് എക്സിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ, വേറെ ലോകത്തൊന്നും നടക്കുന്നില്ല. അവർക്കിപ്പോൾ എന്താണ്, അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നുണ്ട്. ഹോളിവുഡ് റിപ്പോർട്ടറിൻ്റെ മെയിൻ ആളല്ലേ അനുപമ ചോപ്ര, അവർക്കിപ്പോൾ 2 ചീത്ത കേട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹൃത്തിക് റോഷനും പോകുന്നില്ല. ചിലപ്പോൾ അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ഇനി ബോയ്ക്കോട്ട് ഗ്യാങ് വരുമായിരിക്കും, ഇത് ഇവൻ്റെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതന്നെ ഒരു പ്രൊമോഷനാക്കി അവരെടുക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൽ ദുരന്തറിൻ്റെ കാര്യം നടക്കുന്നത്. അക്ഷയ് ഖന്നൻ്റെ മറ്റേ ഡാൻസും ഹിറ്റാണ്. അതേപോലെ മോശം റിവ്യൂ ഇട്ട തെറിയും കേൾക്കാം. ഒരു റേജ് ബേറ്റിംഗ് റിവ്യൂ തുടങ്ങണമെന്നുണ്ട് എക്സിൽ. കുറച്ച് പൈസ കിട്ടാൻ നൈസാണത്, തുടങ്ങണം എന്തായാലും. ഇനി അടുത്തത് നമ്മുടെ വാർണർ ബ്രോസിൻ്റെ കച്ചവടമാണ്. ഇതുവരെ അത് ശരിയായിട്ടില്ല. ഞാൻ ലാസ്റ്റ് എല്ലാം സെറ്റായി, നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞു പാരമൗണ്ടുകാർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. പാരമൗണ്ടുകാർ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്ന് പോകുന്നുണ്ട്. എന്താ സംഭവം എന്ന് ഞാൻ ഒരു ചുരുക്കി പറഞ്ഞുതരാം. സക്സഷൻ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്താണെന്ന്. അതായത് ഇതൊക്കെ ആരൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. പാരമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് അത് വേറൊരു സ്റ്റുഡിയോ ആയിരുന്നേ. ഇപ്പം അത് ആരുടെ കയ്യിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാരി എല്ലിസനും ഡേവിഡ് എല്ലിസനും അച്ഛനും മകനുമാണ്. ഓക്കെ, ലാരി എല്ലിസിൻ്റെയാണ് ഒറാക്കിള്, ഇസ്രായേൽ ലോബിയാണ്, അത് സയനിസ്റ്റ് ലോബിയാണ് ഈ ലാരി എല്ലിസൺ. പുള്ളിയുടെ മകനാണ് ഡേവിഡ് എല്ലിസൻ്റെ ആയിരുന്നു സ്കൈ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, മീഡിയ കമ്പനിയാണ്, സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പാരമൗണ്ട് ഈ കൊല്ലം മേടിച്ചതാണ് അവർ. പാരമൗണ്ട് മേടിച്ചു, CBS നെറ്റ്വർക്ക് മേടിച്ചു.
ഓക്കെ, CBS കൊണ്ട് നെറ്റ്വർക്കുണ്ട്. അതിൻ്റെ അടിയിൽ വരുന്നത് കോമഡി സെൻട്രലോ അങ്ങനത്തെ കുറേ ചാനൽസ് വരുന്നതാണ് CBS ന്യൂസ്, കോമഡി സെൻട്രൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരുന്ന ഒരു നെറ്റ്വർക്കാണ് CBS. അത് മേടിച്ചു. ടിക്ടോക്ക് US ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്, അതിൻ്റെ കച്ചവടം നടക്കും. അതിൻ്റെ മേജർ ഷെയർ ഹോൾഡർ ആരുടെ കയ്യിലാണ്? ലാരി എലിസൻ്റെ കയ്യിൽ, ഒറാക്കിളാണ് എൻ്റെ മേജർ ഷെയർ ഹോൾഡർ. ടിക്ടോക്ക് മേടിച്ചു. ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള, അതും മേടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കമ്പനീസിനെ ഈ മറ്റേ ഷോപ്പിംഗ് സ്പ്രീ എന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ ഇതെനിക്ക് ഇതാ എന്നുകൊണ്ട് മേടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടീംസാണ് ഈ പാരമൗണ്ട് സ്കൈഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അവർ മാത്രമല്ല, അവരുടെ കൂടെ ഇപ്പോൾ ആരൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ, അതായത് നമ്മുടെ ഇവാങ്കില്ലേ, ഇവാങ്കൻ്റെ ഭർത്താവ് ജെറാഡ് കുഷ്നർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പുള്ളിയും നമ്മുടെ സൗദി MBS അല്ലേ, പുള്ളിയായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ പുള്ളിയായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇവരുടെ ഒരു അഫിനിറ്റി പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം ഉണ്ട്, സൗദി ബേസ്ഡ് ഒരു സംഭവമാണ്. അത് ഈ ജെറാഡ് കുഷ്നറിൻ്റെയാണ് പരിപാടി. ജെറാഡ് കുഷ്നറും സൗദിക്കാരും ഖത്തറുകാരും എൽ ഇമാദ് ഹോൾഡിങ്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ ഖത്തറും ബാക്കിയുള്ള അങ്ങനത്തെ കുറച്ച്, അതായത് മേജർലി ഈ മിഡിൽ ഈസ്റ്റും സൗദി ടീംസുകാരനെയും കൂടി കൂട്ടിയിട്ട് ജെറാഡ് കുഷ്നറും ഈ ലാരി എല്ലിസനും അച്ഛനും മകനും, ലാരി എല്ലിസനും ഡേവിഡ് എല്ലിസനും കൂടി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ വാർണർ ബ്രോസിനെ മേടിക്കാൻ പോകുന്നത്. അവർ ഓൾറെഡി ഇത്രയും സംഭവങ്ങൾ മേടിച്ചു. ഇതൊക്കെ ഈ കൊല്ലം മേടിച്ചാണ് കേട്ടോ. അതും കൂടി ആലോചിക്കുക, 2025 മേടിച്ചതാണ് ഞാൻ അപ്ലൈ പറഞ്ഞ സംഭവം മുഴുവൻ. പാരമൗണ്ടിനെയും 2025 മേടിച്ചതാണ്. അപ്പോൾ അവർക്ക് ഇത്രയും മേടിച്ചു, ഇനിയും മേടിക്കണം. അതിന് ആരുടെ സപ്പോർട്ടുണ്ട്? മരുമകൻ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അമ്മാനച്ചരായിട്ടുള്ള നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ സപ്പോർട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പണ്ടോട്ടേ ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വാർണർ ബ്രോസ് വിൽക്കുകയാണെങ്കിൽ പാരമൗണ്ടിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനെ മുടക്കാൻ ഇനിയും കുറേ കടമ്പകളുണ്ട്, കുറേ സാധനങ്ങൾ സൈൻ ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലൊക്കെ വേണം. അപ്പോൾ അതിന് മാക്സിമം ഇവരിനിട്ട് പണി കൊടുക്കാൻ ട്രംപിൻ്റെ ഗവൺമെൻറ് നിൽക്കും. കാരണം ട്രംപിൻ്റെ ആൾക്കാർക്ക് കൊടുത്തില്ല, നെറ്റ്ഫ്ലിക്സ് ഇടയിൽ വന്നിട്ട് ഡീല് എടുത്തു. പിന്നെ ഇവർ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നെറ്റ്ഫ്ലിക്സ് എടുത്തു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററുകളൊക്കെ പൂട്ടും, അതുപോലെ ഈ സ്റ്റുഡിയോയിലെ ആൾക്കാരുടെയൊക്കെ പണി പോവും. ഇവർ അന്നും പറയും ഈ നെറ്റ്ഫ്ലിക്സ് മുഴുവൻ അൽഗോരിതത്തിൻ്റെ കയ്യിലാണ്. അതായത് ഒരു സീസൺ 1 ഇറക്കി, അപ്പോൾ സീസൺ 2 ഇനി മറ്റേ അപ്രൂവ് ചെയ്യണോ, ഗ്രീൻ സിഗ്നൽ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്ന അൽഗോരിതമാണ്, അല്ലാണ്ട് ഒരാളല്ല. അപ്പോൾ ഈ ഹോളിവുഡ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ ഹോളിവുഡിനെ ഫണ്ട് ചെയ്യുന്നതും ഈ ഹോളിവുഡ് ഭരിക്കുന്ന ആൾക്കാർ. അവർക്കൊന്നും ഇനി ഒരു വോയിസ് ഉണ്ടാവില്ല. ഇനി ഈ ഫുള്ള് നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്ത ഒരു പുതിയൊരു മോഡേൺ കമ്പനി ഈ പഴയ ഹോളിവുഡിൻ്റെ മെയിൻ ഒരു കമ്പനീനെ മേടിച്ച പോലെ ഇനി അവരുടെ കളികളൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേടിയും യൂണിയൻ പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരുടെ ജോലി പോവുമോ, സിനിമ തിയേറ്റർ പൂട്ടുമോ, ഈ ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രി മുഴുവൻ പൂട്ടി അവസാനം എല്ലാം ഈ മൊബൈലിലാവുമോ എന്ന് പറഞ്ഞിട്ടൊരു പേടിയും കൂടി ഉണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അത് പറഞ്ഞിട്ടാണ് ഇവർ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡീലിന് മുടക്കാൻ പോകുന്നത്. അതാണ് ഈ ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറയുന്നത്. എന്താണ് ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, $108 ബില്യൺ ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ പ്രപ്പോസൽ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $30 പെർ ഷെയർ. വാർണർ ബ്രോസിൻ്റെ ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് $28 എങ്ങാണ്ടാണ്. അതിൻ്റെ $30, ഓക്കെ, $30 പെർ ഷെയർ ഞങ്ങൾ മേടിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പൺ ഒരു ഇത് വെക്കുകയാണ്. ഞങ്ങളിത് മേടിക്കാം, ഫുൾ കമ്പനി മേടിക്കാം. ഈ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് ഇവരുടെ സ്ട്രീമിങ്ങും സ്റ്റുഡിയോ ബിസിനസ്സും മാത്രമാണ്. ഈ ഇൻ്റർനാഷണൽ കേബിൾ നെറ്റ്വർക്ക് ഉണ്ട്, ആ കേബിൾ നെറ്റ്വർക്ക് ഇപ്പോഴും അതിൻ്റെ റൈറ്റ്സ് വിറ്റിട്ടില്ല. അതിപ്പോഴും നെറ്റ്ഫ്ലിക്സിനില്ല, അത് വാർണർ ബ്രോസിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഈ പാരമൗണ്ടിൻ്റെ പുതിയ ഡീലിംഗ് വെച്ച് $108 ബില്യൺ തരാം. നെറ്റ്ഫ്ലിക്സിൻ്റെ 82 ബില്യൺ ആയിരുന്നു. അത് അവരുടെ ബോർഡ് അപ്രൂവ് ചെയ്ത സാധനമാണ്. അതാണ് വ്യത്യാസം. ഈ ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, വാർണർ ബ്രോസിൻ്റെ ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, ബോർഡിലെ മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഡീല്. പക്ഷേ വേറൊരു കമ്പനിക്ക് ഈ വാർണർ ബ്രോസിൻ്റെ ഷെയറുകൾ എങ്ങനെയാണ് സ്പ്ലിറ്റായിട്ട് കുറേ ആൾക്കാരുടെ കയ്യിലായിരിക്കും. കുറേ
പബ്ലിക്കിൻ്റെ കയ്യിലുണ്ടാവും. പബ്ലിക്കിൻ്റെ കയ്യിൽ കുറവേ ഉണ്ടായുള്ളൂ, പക്ഷെ അതിങ്ങനെ സ്പ്ലിറ്റായി പോയതായിരിക്കും. പക്ഷേ ഈ വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ 5%, 5%, 10% അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ പാരമൗണ്ട് പറയുന്നത് $30 പെർ ഷെയർ ഞങ്ങൾ തരാം, നിങ്ങൾ ഞങ്ങൾക്ക് വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഇവർക്ക് വിൽക്കും. മനസ്സിലായോ? അങ്ങനെ വിൽക്കുന്ന ഒരു സംഭവത്തിനാണ് ഈ ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആവുക. എന്നിട്ട് ആ ബോർഡിനെ അവർ ഡിസോൾവ് ചെയ്ത് കളയും, ആ ബോർഡിൻ്റെ പവേഴ്സ് എടുത്ത് കളയും. എന്നിട്ട് ഇവർ ഫുൾ കമ്പനി 100% ഇവരെടുക്കും. അതായത് ഇനി വാർണർ ബ്രോസിൻ്റെ ബോർഡിനും കൊണ്ട് വാർണർ ബ്രോസിൻ്റെ CEO അവരിനെയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, പോടേ എന്ന് പറഞ്ഞിട്ട് ഇവർ മൊത്തത്തിൽ അങ്ങനെ എടുക്കാനാണ്. പക്ഷെ അതത്ര എളുപ്പമൊന്നുമല്ല. സക്സഷൻ കണ്ടവർക്ക് അറിയാം അത് എത്ര പണിയുള്ളതാണെന്ന്. ഒരുത്തൻ സമ്മതിക്കുമ്പോൾ വേറൊരുത്തൻ സമ്മതിക്കില്ല, അവനെ ഒന്ന് നൈസാക്കുമ്പോഴേക്കും ഇവൻ പോവും, പിന്നെ ഇവരെല്ലാവരും കൊണ്ട് നൈസാക്കുമ്പോഴേക്കും ഇതിലേറ്റവും കൂടുതൽ ഷെയറുള്ള വേറൊരുത്തരുണ്ടാവും, അവൻ പറയും ഒന്നും പറ്റില്ല പറയും. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. സക്സഷൻ തന്നെ ആ സീരീസിൽ തന്നെ അത് വർക്കാവുന്നില്ല, അതുകൂടെ ആലോചിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഈ വാർണർ ബ്രോസിൻ്റെ മൊത്തം പ്രശ്നങ്ങൾ നടക്കുന്നത്. ഇത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നടന്നാലും നടക്കും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് നടക്കാനൊന്നും പോകുന്നില്ല. ഇവർക്ക് എന്താ എല്ലാം ഇവർക്കാണ്. ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പാരമൗണ്ട് എന്ന് പറഞ്ഞത് അമ്മാതിരി കമ്പനിയാവും. ആലോചിച്ച് നോക്കുക. അതായത് ഇനിയിപ്പോൾ വേറെ ഇതിപ്പോൾ ഡിസ്നിയും പിന്നെ ഇതും മാത്രമാവും, ബാക്കി ഒന്നുമില്ല. മനസ്സിലായി? ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സും, കാരണം നെറ്റ്ഫ്ലിക്സ് ഈ സ്റ്റുഡിയോ ബിസിനസ്സിലേ ഇല്ലല്ലോ, അവർ ഈ സ്ട്രീമിംഗ് ബിസിനസ്സിലല്ലേ. ഇപ്പോൾ പുതിയൊരു കമ്പനി വരുന്നതാണ് ആക്ച്വലി നല്ലത്. അതായത് എല്ലാവരും അലമ്പന്മാർ തന്നെ, ലെസർ ഈവിൾ എന്ന് പറയില്ലേ, എല്ലാവരും ഈവിൾ കമ്പനി തന്നെ. ലെസർ ഈവിൾ നോക്കുമ്പോൾ ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് എടുത്താലാണ് കുറച്ചെങ്കിലും കാര്യം, നമുക്ക് കുറച്ച് പ്രോജക്ട്സ് എങ്കിലും കിട്ടും. നെറ്റ്ഫ്ലിക്സുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുക, ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ പണ്ടത്തെ ബിസിനസ് മോഡലിൽ നിന്നൊക്കെ ഞങ്ങൾ മാറാമെന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട്. അത് കണ്ടു തന്നെ അറിയണം. ഇപ്പൊക്കെ അങ്ങനെ പറയും, കുറച്ച് കഴിഞ്ഞിട്ട് തിയേറ്ററിലൊന്നും ഇറക്കാൻ പറ്റില്ല, അതൊക്കെ ആര് പറഞ്ഞു പോടേ എന്ന് പറയും. ബാറ്റ്മാനൊക്കെ വേണമെങ്കിൽ മറ്റേ മൊബൈലിരുന്ന് കാണണേ എന്ന് പറഞ്ഞാലും പറയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡ്യൂണൊക്കെ ഇറങ്ങുന്നുണ്ട്, ഡ്യൂണൊക്കെ പോയി മൊബൈലിൽ പോയിരുന്ന് കാണാം. അതാണ് ആ ഒരു സംഭവം. ഇതാണ് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെയും ഈ വാർണർ ബ്രോസിൻ്റെയും പാരമൗണ്ടിൻ്റെയും ഈ 3 പേരുടെ ഇടയിൽ നടക്കുന്ന കാര്യം. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ ഹോസ്റ്റൽ ടേക്ക് ഓവർ സക്സസ് ആവാൻ ചാൻസസ് വളരെ കുറവാണ്. ട്രംപിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ നടന്നാലും നടക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെസർ ഈവിൾ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സാണ്. ഒരു അടിമുടി മാറ്റം വരും. ഈ പണ്ടത്തെ ഈ കുത്തക എന്ന് പറയുന്ന സംഭവമില്ല, അതായത് ഈ ഹോളിവുഡുകാർക്ക് ഒരു അഹങ്കാരമുണ്ട്, ഇവരെന്തോ ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിഞ്ഞ് കുറയും. ഇനി എല്ലാം അൽഗോരിതം തീരുമാനിക്കും. അത് ഇത്തിരി അലമ്പന്നെയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എത്ര സീരീസാണ് ഇങ്ങനെ അൽഗോരിതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തിരിക്കാൻ അറിയോ? അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് നല്ലത്. ലെസർ ഈവിൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇവരുടെയൊക്കെ കാര്യം. ഇനി 2-3 പുതിയ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്തതുണ്ട്. ഒരു സർപ്രൈസ് അനൗൺസ്മെൻറ്റ് വന്നത് സൂര്യ 47 എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റാണ്. ഞാൻ കണ്ടിട്ടേ ഇതെന്താ സംഭവം, ജിത്തു മാധവൻ നിൽക്കണു, സൂര്യ നിൽക്കണു, നസ്രിയ നിൽക്കണു, നസ്ലിൻ നിൽക്കണു, എന്തത്? അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊജക്റ്റാണ് സൂര്യയുടെ കറുപ്പ് ഇറങ്ങുന്നുണ്ട്. മറ്റേ RJ ബാലാജി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പാട്ടും അതിൻ്റെ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് അണ്ണൻ്റെ കംബാക്കിനി അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അറിയില്ല, അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ഈ പണ്ടത്തെ വേലക്കില്ല അതുപോലത്തെ ഒരു സിനിമ പോലെ ഉണ്ട് കാണാൻ. പണ്ടത്തെ അരിവാളൊക്കെ എടുത്തിട്ട് ഡേ ആ സീൻ പോലെ ഉണ്ട്. പക്ഷേ ഇതൊരു സർപ്രൈസ് പ്രൊജക്റ്റ്. ജിത്തു മാധവൻ്റെ ആവേശം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രൊജക്റ്റാണ്. സൂര്യ, നസ്ലിൻ, നസ്രിയ നായിക, സുഷിൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സുഷിൻ്റെ ഒരു തമിഴ് എൻട്രി പൊളിക്കും. അനിരുദ്ധിനും സായി അഭ്യങ്കറിനും ഒരു എതിരാളി അല്ല. സുഷിനെ കാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ തമിഴിലൊക്കെ, പക്ഷേ പുള്ളി അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഒന്നും എടുക്കില്ല. പക്ഷെ ഉള്ളത് മര്യാദയ്ക്ക് ചെയ്യുന്നത് ചങ്ങായി നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. തമിഴിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകണമെന്ന് നൈസായിരിക്കും, അതൊരു സംഭവമായിരിക്കും. അപ്പോൾ എന്താ ഇത് കഥ സ്പെക്കുലേറ്റ് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒരു തമിഴ്നാട്ടിലത്തെ പോലീസായിട്ടാണ് സൂര്യ കേട്ടോ. തമിഴ്നാട്ടിലെ പോലീസ് ഓഫീസർ കേരളത്തിൽ വന്നിട്ടോ
അങ്ങനെ എന്തോ പരിപാടിയാണ് എന്നാണ് പറയുന്നത്. ബാംഗ്ലൂർ വിട്ട് ഒരു കളി ഉണ്ടോ ജിത്തു മാധവന്? ഇനി ബാംഗ്ലൂരായിരിക്കുമോ പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു സർപ്രൈസ് പ്രൊജക്റ്റ്. തന്നത് ഇവരൊക്കെ കൂടി ഒന്നൊരുമിച്ച് ഞാനിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നത് എന്നാ എനിക്ക് തോന്നി. ജ്യോതികയും സൂര്യയും ഒക്കെ എല്ലാവരും ഒരുമിച്ച് എന്താ പല്ലേ അന്നെനിക്ക് അവാർഡ് വായിക്കാൻ വന്നാണോ എന്ന് വിചാരിച്ചല്ല. പുതിയ പ്രൊജക്റ്റാണ് അത്ര. വല്ലാത്തൊരു പ്രൊജക്റ്റ്. പിന്നെ അടുത്തത് ഒരു ട്രെയിലർ വന്നത് ബോയ്സിൻ്റെ ട്രെയിലറാണ്. ഏപ്രിൽ 8 ഓക്കെ. പിള്ളേരുടെ കളികളൊക്കെ മതി. സ്ട്രേഞ്ചർ തിങ്സൊക്കെ 1 തീയതിയോടെ അവസാനിച്ചു. ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ മാർച്ച് 3 മാസം കഴിഞ്ഞ 4ാമത്തെ മാസം ബോയ്സ് വരികയാണ്. 8 എപ്പിസോഡ് ഉണ്ട്. ഓക്കെ. അതായത് ഈ ബോയ്സിൻ്റെ ഒന്നാമത് ബോയ്സ് കോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ ഫാൻസിന് പോലും ഈ കോമിക്സ് അത്ര വലിയ താല്പര്യമില്ല. അതിൻ്റെ എൻഡിങ്ങൊക്കെ ഇതെന്താ ഇങ്ങനെ എൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളും റെഡിറ്റ് പോസ്റ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫാൻസിന് പോലും അത് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോയ്സിൻ്റെ കോമിക്ക് പോലെ അല്ല സീരീസ്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മെയിൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലി ബുച്ചർ ആണ് ശരിക്കും വില്ലനെ പോലെ ആവുക ഇപ്പോൾ ഫിനാലയിൽ. അപ്പോൾ പക്ഷെ അതിൻ്റെ ഒന്നും ഇവിടെ കാണാനില്ല ആക്ച്വലി. അതിൻ്റെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് അങ്ങനെയൊന്നും ആവില്ല, അവർ എന്തായാലും മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഭയങ്കര സംഭവമായിരിക്കും. ട്രംപിനെ ഇട്ട് ഊക്കാനും ചാർലി കേക്കിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ വി ആർ ചാർലി കേക്ക് ആ പാട്ടൊക്കെ ഉണ്ടാവും. നൈസായിരിക്കും. പക്ഷേ അതിനൊക്കെ മുന്നെയാണ് ഷൂട്ടിങ് കഴിഞ്ഞ് തോന്നുള്ളൂ. പക്ഷെ ഇവർ സമയമുണ്ടല്ലോ, ചിലപ്പോൾ ആഡ് ചെയ്യും. കാരണം എപ്പോഴും അങ്ങനെയാണ്, ഈ പൊളിറ്റിക്കൽ സംഭവങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുന്നതാണ് ബോയ്സ്. എല്ലാവരും ഊക്കി വിടുന്ന സംഭവമാണ്. ഫിനാലയിലും കഴിഞ്ഞല്ലോ കത്തിക്കല്ലോ. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ലല്ലോ, ഇനി എടുത്തിട്ട് ഊക്കാതെ പറഞ്ഞിട്ട് അതെന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ബോയ്സ് 5th സീസൺ ഫിനാലെ ഏപ്രിൽ 8 ഓക്കെ. ഇനി ഒരു 2-3 മാസം കൂടി ഉള്ളൂ. പിന്നെ അടുത്തത് കുറേ ചെറുപറപറോന്ന് അപ്ഡേറ്റ്സ് വന്നത് HBO-ൻ്റെയാണ്. യൂഫോറിയൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ 2026. അതും ഏപ്രിൽ തന്നെ. അപ്പോൾ ഏപ്രിൽ എന്തൊക്കെയാണ് ബോയ്സായി, യൂഫോറിയായി, പിന്നെ ജനുവരി 18 നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ 3rd സീസണിൻ്റെ കുറച്ച് വിഷ്വൽസും കാണിച്ചിട്ടുണ്ട്. 2026 പറഞ്ഞിട്ടില്ല, മന്ത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അതും വരുന്നുണ്ട് മിക്കവാറും ജൂൺ ജൂലൈ ആ സമയത്തേക്ക് എനിക്കായിരിക്കും വരിക. ഓഗസ്റ്റ് ആ ഒരു ആദ്യത്തെ 6 മാസത്തിൽ തന്നെ വരും എന്ന് തോന്നുന്നുണ്ട്. പിന്നെ DC യൂണിവേഴ്സിൽ നിന്ന് ലാൻറ്റേൺസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിൻ്റെയും ഒരു ചെറിയൊരു സ്നിക് പീക്ക് പോലത്തെ സാധനം വന്നിട്ടുണ്ട്. 2026 അതും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇനി പ്രൊജക്റ്റ് DCയുടെ സൂപ്പർ ഗേളും ഈ ലാൻറ്റേൺസും ആണ്. പിന്നെ അടുത്ത കൊല്ലമാണ് നമ്മുടെ സൂപ്പർമാൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മാസത്തെ ഒരു ലോഡ് റിലീസ് ഉണ്ട്. എന്തൊക്കെയോ വരുന്നുണ്ട്. ഇതൊക്കെ വരുമോ, ഇനി ഇതൊക്കെ പോസ്റ്റ്പോണ്ട് ചെയ്യുമോ, തമിഴ്നാട്ടിലത്തെ പോലെ പോസ്റ്റ്പോണ്ട് ആവുമോ എന്നൊന്നും അറിയില്ല. ഓരോന്നായിട്ട് നോക്കാം. 25 സർവമായ നിവിൻ പോളിൻ്റെ ഇറങ്ങുന്നത്. റിലീസ് ഡേറ്റ് വന്നു. സർട്ടിഫിക്കേഷനൊക്കെ മറ്റേ സെൻസറൊക്കെ കഴിഞ്ഞു. UA തന്നെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടു. അവതാർ വരുന്നുണ്ട് 19 ഓക്കെ. 19 വെള്ളിയാഴ്ച, ഈ നെക്സ്റ്റ് വെള്ളിയാഴ്ച വരുന്നുണ്ട്. ട്രെയിലർ ഉണ്ട് മെയിനായിട്ട്. നേരത്തെ വെക്കോ, വൈകി പോകണ്ട. ഇപ്പോൾ ഇൻ്റർവെല്ലിൽ ഇനി ചായ കുടിക്കാനും പറ്റില്ല, മൂത്രം വയ്ക്കാനും പറ്റില്ല എന്ന് തോന്നുന്നു. പടാൻ ഈ ട്രെയിലർ വന്ന് പോയാലോ. ആദ്യമാണോ വരുന്നത്, ഇടയ്ക്കാണോ വരുന്നത് അറിയില്ല. IMAX ഒക്കെ ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ കോയമ്പത്തൂർ നോക്കിയപ്പോൾ ഫ്രൈഡേ ബുക്കിംഗ് കഴിഞ്ഞു, സാറ്റർഡേയും കഴിഞ്ഞു. സൺഡേ ഞാൻ നോക്കിയില്ല. സൺഡേ ഓഫ് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ നോക്കാതിരുന്ന്. ഫ്രൈഡേയും കഴിഞ്ഞു, സാറ്റർഡേയും കഴിഞ്ഞു. അറിയില്ല കാണാൻ പറ്റുമോയെന്ന്. സാധാ തിയേറ്ററിൽ പോയിട്ട് കാണേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ട്രെയിലറുണ്ട്. അപ്പം നേരത്തെ വെക്കോ, ഇൻ്റർവെല്ലൊന്നും പുറത്ത് വേണ്ട, വെള്ളമൊന്നും കുടിക്കേണ്ട. പിന്നെ അടുത്തത് ഇവിടെ ഇറങ്ങുമെന്നറിയില്ല. ഡിസംബർ 25 അനാക്കോണ്ട എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമേൻ്റെ ഉള്ളിലുള്ള സിനിമ കോമഡി ആയിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ, ഈ
വേറൊരു സിനിമയുണ്ടല്ലോ ഇവരുടെ മറ്റേ റോബർട്ട് ഡൗണി ജൂനിയർ മറ്റേ ബ്ലാക്ക് ഒരാളായിട്ട് വരുന്നത്, ബെൻ സ്റ്റില്ലൊക്കെ എടുത്തത്, എനിക്ക് പേര് കിട്ടുന്നില്ല. ആ സിനിമ പോലത്തെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇവരൊരു അനാക്കോണ്ട സിനിമ എടുക്കാൻ പോകുന്നതും പോൾ റെഡും ജാക്ക് ബ്ലാക്കും ഉണ്ട് അതിൽ. അത് ഇറങ്ങിയ നൈസായിരിക്കും. ഈ ഹോളിഡേയ്സിന് ഇറങ്ങുന്ന ഒരു കോമഡി മൂവിയില്ലേ, അതുപോലത്തെ സിനിമയാണ്. അത് ഇറങ്ങിയ ഒന്ന് കാണണം. മാർട്ടി സുപ്രീം ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ശാലമേൻ്റെ. അതും ഇവിടെ ഇറങ്ങുമെന്നറിയില്ല. A24 ആണോ, A24 സിനിമയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങാൻ സാധ്യത കുറവാണ്. അത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇറങ്ങിയാൽ കാണാം. കാരണം വൻ പ്രൊമോഷനൊക്കെയാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചങ്ങായി. പിന്നെ ജനുവരി 23 മേഴ്സി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പുള്ളിക്കാരൻ്റെ നമ്മുടെ സ്റ്റാർ ലോഡ് ഉണ്ടല്ലോ, സ്റ്റാർ ലോഡിൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ട്. അതിൽ റബേക്ക ഫെർഗൂസനും ക്രിസ് പ്രാറ്റും ഈ രണ്ടുപേരുമാണ് അഭിനയിക്കുന്നത്. അതും എന്തോ ഒരു ട്രെയിലറൊന്നും കുഴപ്പമില്ല, ഒരു പുതിയ കോൺസെപ്റ്റൊക്കെയാണ്. സിനിമ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതാണ് ഇനി നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഇറങ്ങുന്നത്, മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയാണ്. പിന്നെ നമ്മുടെ ചത്താ ബച്ച എന്ന് പറഞ്ഞിട്ടുള്ള, ചത്താ ബച്ച എന്ന് തന്നെയല്ലേ, ചത്താ ബച്ച എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, ഒരു വൈൽഡ് പടം, WWE ഒക്കെ ഒരു സ്റ്റൈലുള്ള സംഭവമല്ലേ, അത് ഇറങ്ങുന്നുണ്ട് ജനുവരി 22. പിന്നെ നമ്മുടെ ജനുവരി 9 അണ്ണൻ്റെ അവസാനത്തെയും ആദ്യത്തെയുമായിട്ടുള്ള ജനനായകൻ വരുന്നുണ്ട്. ഒരു പൊളിയായിരിക്കും. അണ്ണൻ്റെ അവസാനം പറഞ്ഞ പിള്ളേരൊക്കെ കരഞ്ഞിനി അണ്ണൻ പോലെ അറിയില്ല. ഇലക്ഷൻ ജയിച്ചാൽ ഇനി ഒന്നും ഇല്ലാതെ പറയണ്. വേറെ തന്നെ ആയിരിക്കും. ആ ഒരു കേസരിയാ, മറ്റേ ബാലയ്യൻ്റെ എന്തോ ഒരു സിനിമ ഉണ്ടല്ല, അതിൻ്റെ കോപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ അവസാനത്തെ സിനിമയ്ക്കെങ്കിലും തിരിയൊരു സ്വന്തം ഒരു കഥയൊക്കെ ഒരു എഴുതി ഒരു മര്യാദയ്ക്കുള്ളൊരു വയ്യതരൊന്നും. പിന്നെ ഇപ്പോൾ OTT കാണാൻ പറ്റിയത് കാന്ത ഇറങ്ങിയിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർമാൻ ഇറങ്ങിയിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആളാണെങ്കിൽ സൂപ്പർമാൻ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ഗോ വാച്ച് ഇറ്റ്. ഇരുട്ട് ടീംസിന് ഇഷ്ടപ്പെടില്ല, അത് അവരിന് പണ്ട് കാര്യമില്ല, അതിന് ഒഴിവാക്ക്. പിന്നെ ലാസ്റ്റ് സമുറായി സ്റ്റാൻഡിങ്, ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയുന്നു, നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു കിടിലൻ ഒരു ജാപ്പനീസ് സംഭവം, ഈ ലൈവ് ആക്ഷൻ അനിമയൊക്കെ പോലെ, അതായത് ഫുള്ള് മറ്റേ വയലൻസ്, മറ്റേ വെട്ടുമ്പോൾ ചോരയൊക്കെ തെറിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിനിമ, തലയൊക്കെ ഫും അങ്ങനത്തെ ഒരു സിനിമയല്ല, സീരീസാണ്. ഹങ്കർ ഗെയിംസ് ഇൻ ജാപ്പനീസ്, ഒരു ഓൾഡ് ജാപ്പനീസ് സ്റ്റൈൽ, ഈ സമുറായിക്കുള്ള സമയത്ത് ഉള്ള ഹങ്കർ ഗെയിംസ് പോലത്തെ ഒരു സംഭവം. ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. അത് മാങ്കയാണെന്ന് തോന്നുന്നു, മാങ്കയല്ല, നോവലാണെന്ന് തോന്നുന്നു. ആ നോവലിനെ പിടിച്ച് സീരീസ് ആക്കിയതോ അങ്ങനെ എന്തോ ആണ്. ഗോ വാച്ച് ഇറ്റ്. എന്നാൽ അതുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വെക്കേഷനൊക്കെ വരികയല്ലേ, അപ്പോൾ ഇരുന്ന് കാണാം. കാന്ത ഞാൻ കണ്ടില്ല, കാന്ത ഞാൻ ഈ OTT കണ്ടില്ല, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാണാം, വൺ ടൈമൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ദുൽഖറിൻ്റെ കിടിലൻ ആക്ടിങ് ഒക്കെ ഉണ്ട്. ഇത്തിരി ബോറിംഗ് ആയിട്ട് തോന്നും, അതിപ്പോൾ വീട്ടിലിരുന്നല്ലേ കാണുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാന്ത എനിക്ക് ഒന്നുകൂടി കാണണം. അതിൽ അതായത് ഒന്നുകൂടി കാണുന്നുണ്ട്, പക്ഷേ കാണാനും തോന്നില്ല, മനസ്സിലായില്ല. അതായത് അത്രയൊന്നും ഇല്ല. വീട്ടുകാരുടെ കൂടെയൊക്കെ ഇരുന്ന് കാണുന്ന എനിക്കുണ്ട്, പക്ഷേ അങ്ങനെ കാണാനൊന്നും ഇല്ല. ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാമെന്ന് തോന്നില്ല. കാണാത്തവർ കാണാൻ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനി കുറച്ച് ഇനി വരുന്നതൊക്കെ റിലീസുകളാണ്. ബബ്ബ ഇറങ്ങുന്നുണ്ട്, അവതാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ അത് നമുക്ക് പറയാം. ഓക്കെ.